ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ AP ഈസ് 49 ആൻഡ് ദാറ്റ് ഓഫ് 17 ടേം ഈസ് 289, ഫൈൻഡ് ദ സം ഓഫ് n ടേംസ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 7 ടേംസിൻ്റെ സമ്മ് 49 ആണ്, 17 ടേംസിൻ്റെ സമ്മ് 289 ആണ് എങ്കിൽ n ടേംസിൻ്റെ സമ്മ് എത്രയാണ്? ഇത് ലോജിക്ക് വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് ലോജിക്ക് വെച്ച് കണ്ട്, പക്ഷെ നമുക്ക് ഒരു 3 മാർക്കിന് 4 മാർക്കിനൊക്കെയുള്ള ചോദ്യമാണ്, നമുക്ക് ഇക്വേഷൻ വേണം. ഓക്കെ, എങ്ങനെ കിട്ടി എന്നുള്ളത് വേണം. ഇത് ലോജിക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറയാം n² ആണ്. എന്തുകൊണ്ടാണ് ഞാനിത് n² എന്ന് പറയാൻ കാരണം എന്നറിയോ? ഫസ്റ്റ് 7 ടേംസിൻ്റെത് 7ൻ്റെ സ്ക്വയർ 49 ആണ്, n². അടുത്തത് 17 ടേംസിൻ്റെത് 17ൻ്റെ സ്ക്വയർ 289 ആണ്. ഓക്കെ, 17 × 17 ചെയ്ത് കഴിഞ്ഞാൽ 7 7 49 9 കിട്ടും, ശിഷ്ടം 4 കിട്ടും, 1 7 7 3 10 11, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 1 കണ്ടോ, 9 8 2 289. അപ്പോൾ എത്ര ടേംസ് ഉണ്ടോ അതിൻ്റെ സ്ക്വയർ ആണ് സമ്മ്. 7 ആണെന്നുണ്ടെങ്കിൽ 7² 49, 17 ആണെന്നുണ്ടെങ്കിൽ 17² 289, അപ്പോൾ n ആണെന്നുണ്ടെങ്കിൽ n² ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഈ n² എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളത് നോക്കാം. ആദ്യം 7 ടേംസിൻ്റെ സമ്മും 17 ടേംസിൻ്റെ സമ്മും തന്നിട്ടുണ്ട്. n ടേംസിൻ്റെ സമ്മ് കാണണം. സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും വേണം. അപ്പോൾ n/2 × a+l യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്യാം? n/2 × a+l യൂസ് ചെയ്യാം. n/2 ഇനി ഫസ്റ്റ് ടേമും ഡിയും ഉണ്ടെങ്കിലോ 2a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അവരെയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ട് ആരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് 7 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, അഥവാ S7. ഓക്കെ, S7 കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 × 2a+ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ എയും ഡിയും കിട്ടും നമുക്ക്. ഓക്കെ, 2a + n - 1 × d = 49. n എന്ന് പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, അപ്പോൾ 7/2 × 2a നമുക്കറിയില്ല, n 7 ആണ്, 7 - 1 d = 49. ഓക്കെ, ഇനി ഈ 7/2 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 7/2 ഈക്വലിൻ്റെ അപ്പുറം വരുമ്പോൾ എന്താവും? 2/7 ആവും. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലോട്ടും വരും, ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലോട്ടും വരും. ഓക്കെ, ദെൻ 2a 7 1 പോയാൽ 6 6d എന്ന് കിട്ടും. ദെൻ 49നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇവിടെ 7 എന്ന് കിട്ടും. കിട്ടോ? ഓക്കെ, ദെൻ 7 × 2 14. ഓക്കെ, എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ. ഇനി 14 കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2a 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6/2 3 എന്ന് കിട്ടും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്യേണ്ട 7 ആവും, അല്ലെങ്കിൽ 14/2 7 കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ ഇക്വേഷൻ നമ്പർ 2 കണ്ടുപിടിക്കണം. അതിന് S17 ടേംസിൻ്റെ സമ്മ് കാണണം. n/2 × 2a + n - 1 × d നേരത്തെ പോലെ കൊടുത്തു. n 17 ആണ്, 2a + n - 1 × d കൊടുത്തു. ദെൻ 17/2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 17/2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ദെൻ 2a 17 1 പോയാൽ 16d എന്ന് കിട്ടും. ഇവിടെ എങ്ങനെ 17 എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, 289നെ 17 ഡിവൈഡ് ചെയ്താൽ 17 എന്ന് കിട്ടും. 17, കാരണം 17 × 17 ആണല്ലോ 289. ഓക്കെ, ഇവിടെ നേരത്തെ പോലെ എല്ലാത്തിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആവും. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്യാണ്ട് 17 ആവും. ഇക്വേഷൻ നമ്പർ 2 ആയി. ഇനി ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യാലോ. a നിന്ന് a പോയി, ഇനി a ഉണ്ടോ? ഇല്ല. 8d എന്ന 3d മൈനസ് ആയാൽ 5d കിട്ടും. 17 നിന്ന് 7 പോയാൽ 10 കിട്ടും. ഇനി ഈ 5നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അപ്പോൾ 10/5 2 കിട്ടും. d2 കിട്ടി. ഈ ഡിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു ഞാൻ. എന്താ ഇക്വേഷൻ നമ്പർ 1? a + 3d = 5. d2 ആണ്, അപ്പോൾ 3 × 2 എന്ന് കിട്ടും. 3 × 2 എത്രയാ? 6. ഈ 6നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. +6 ഇപ്പുറം വരുമ്പോൾ എന്താവും? -6 ആവും. 7 - 6 1. അപ്പോൾ a കിട്ടി എത്രയാ? 1. d കിട്ടി എത്രയാ? 2. ഇനി നമുക്ക് n ടേംസിൻ്റെ സമ്മ് കാണാലോ. എന്താ n ടേംസിൻ്റെ സമ്മ്? Sn = n/2 × 2a + n - 1 × d. a എന്ന് പറയുന്നത് 1 ആണ്, d എന്ന് പറയുന്നത് 2 ആണ്. കൊടുത്തു.
2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു, ഡിയുടെ സ്ഥാനത്ത് 2 കൊടുത്തു. ഓക്കെ, ദെൻ 2 ഇൻറ്റു 1 2 ആണ്. n ഇൻറ്റു 2 2n മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. ഓക്കെ, 2 മൈനസ് 2 2 2 2 2 പോയി 0, അത് ക്യാൻസലായി. ഓക്കെ, ദെൻ n ബൈ 2 ഇൻറ്റു 2n 2ഉം 2ഉം ക്യാൻസലായി, n ഇൻറ്റു n സ്ക്വയർ. കണ്ടോ, ലാസ്റ്റ് നമുക്ക് n സ്ക്വയറിനെ കിട്ടിയില്ലേ? എന്താ പറഞ്ഞത്? n സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ.